ചെറുതായിട്ട് തന്നെ ഇപ്പോ നമ്മുടെ കൂടെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നും ചെറിയൊരു ഡിസഗ്രിമെന്റ്, നമ്മൾ ആഗ്രഹിക്കാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഓവർ ട്രിഗർ ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മളിപ്പോ നമ്മൾ ഓൾറെഡി കണക്ഷൻസ് ഉള്ള ആൾക്കാർ, ഓൾറെഡി ഇപ്പോൾ നമുക്ക് കണക്ഷൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് പോലും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ട്രിഗർ ആവും. ആക്ച്വലി ട്രിഗർ ആവുന്നത് ഈ നമ്മളൊരു ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം, ഇൻജസ്റ്റിസ് കാണുമ്പോൾ പ്രതികരിക്കുന്ന ഒരു നേച്ചർ നമ്മളിൽ വരും. ആ ഒരു കാര്യം, അതായത് പ്രത്യേകിച്ച് നമ്മളോട് റിലേഷൻഷിപ്പിൽ ഉള്ളവരെടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്യും, നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, നമുക്കത് ഇതാവും. അപ്പൊ അത് ഈ ഒരു ഡിഫൻസീവ് മെക്കാനിസം ആണ്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഡിഫൻസീവ് മെക്കാനിസം ആണ്. ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് പാത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ റിക്കവറി ജേണിയിലാണ്, റൈറ്റ് പാത്തിലാണ്. അതൊരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. നമ്മുടെ ബ്രെയിൻ, ഞാൻ ഈ പറയുന്ന പോലെ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, റിവേഴ്സ് ചെയ്യുന്ന അവസ്ഥ. അതായത് അബ്യൂസ് കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രെയിൻ പൂർണ്ണമായിട്ട് റിവേഴ്സ്ഡ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ്. അതൊരു 1 to 3 years ആണെന്നാണ് ഈ ഒരു റിക്കവറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇട്ട ശേഷം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. അത് നീണ്ടു നീണ്ടു പോകും. ആ ഒരു ജേണി, ഇതൊരു ജേണിയാണ്, ഇത് യാത്രയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നതിനിടയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം അത് നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളവിടെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് ഇമ്പൾസീവ് ആയിട്ട് ചിലപ്പോൾ റിയാക്റ്റീവ് ആയിരിക്കും ആദ്യമൊക്കെ, അത് പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അവിടെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഒന്ന് ഈ പറയുന്ന വ്യക്തി, അത് നമുക്കുണ്ടായ ട്രസ്റ്റോടുള്ള വ്യക്തി നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിയാണോ, അത് അക്വൈന്റൻസ് എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള ഇപ്പൊ നിലവിലുള്ള ആൾക്കാരെ ഏതൊക്കെ ഏരിയയിൽ വരുന്ന ആൾക്കാരാണ്, ഇതിൽ ഏതൊക്കെ ആൾക്കാരാണ് ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പിലുള്ളത്, ഏതൊക്കെ ആൾക്കാരോടാണ് ഈവൻ ദോ അവർ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു എങ്കിൽ പോലും നമ്മൾ അക്വൈന്റൻസ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അക്വൈന്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായി, ഏതായി, എന്തായി, അവിടുത്തെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത്. ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിൽ ആരൊക്കെയാണ്? ഈ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ നിന്നുമാണ് ഈ നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നതെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള കോംപ്രമൈസുകളെ നമ്മൾ ഇനി ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇനി അഡ്ജസ്റ്റ്മെന്റുകളിൽ നിൽക്കാൻ പാടില്ല, പോകാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്തെ ആൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ട്രേറ്റ് ഉണ്ടെങ്കിൽ അവരും അതിന് തയ്യാറായിരിക്കും, അത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്റെ ഭാഗത്ത് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും ഈ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരെ ഇനി നമുക്ക് ലൈഫിന്റെ പാർട്ടാക്കാൻ പറ്റുള്ളൂ. ലൈഫിന്റെ പാർട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലോസ് സർക്കിളിലാണ്, മനസ്സിലായില്ലേ? ഈ ഒരു ക്ലോസ് സർക്കിളിൽ ആരെയൊക്കെ നിർത്തണം, കുറച്ച് വെളിയിൽ ആരെയൊക്കെ നിർത്തണം എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ ഒരു റിട്ടൺ ഫോമിൽ ഒരു ബൗണ്ടറി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു അയൺ ക്ലാഡ് ബൗണ്ടറീസ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് ശരിക്കും റിക്കവറിയുടെ ഭാഗമാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എല്ലാവരെയും ക്ലോസ് ആക്കി നിർത്തേണ്ട കാര്യമില്ല. ഈവൻ ദോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ ഇതിൽ എവിടെ നിർത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ ആണെങ്കിൽ, ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഞാൻ അകത്ത് നിർത്തേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ നിന്നാൽ മതി എന്നുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള ഹെൽപ്പ് എടുക്കുന്നത്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഈ സ്വഭാവം ഉണ്ടാകുന്നതെങ്കിൽ അവരെ നമ്മൾ സഹകരിപ്പിക്കണോ എന്നുള്ളത് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അതായത് അവരെ അതിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ, ആ സ്വഭാവത്തിൽ അവർ മാറ്റം വരുത്തുന്നില്ല, അവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്വഭാവം. അപ്പൊ പിന്നെയും അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം. അത് അങ്ങനെയുള്ള ആളിനെ ഞാൻ അവിടെ ഞാൻ സമയം കൊടുക്കേണ്ടതുണ്ടോ, പിന്നെയും ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? അവിടെ ചേഞ്ച് ആവാൻ തയ്യാറാവുന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്തായാലും സമയം കൊടുക്കുമല്ലോ, മനസ്സിലായി? നമ്മൾ സമയം കൊടുത്ത് മാറ്റം ഉണ്ടാവും നോക്കാം. അവിടെ നമ്മൾ എന്നാൽ ആ വ്യക്തി ഒന്ന് പരിശോധിക്കണം. അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് പോലും അത് എനിക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ക്ലോസ് സർക്കിളിൽ നിന്ന് തൊട്ടപ്പുറത്തെ സർക്കിളിലേക്ക് മാറ്റേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഈ റിക്കവറി നമ്മൾ അയാളിൽ നിന്ന് മാറി നമ്മൾ ലൈഫ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ പോലും നമുക്ക് ചുറ്റുമുള്ളവരിൽ ഈ ടോക്സിക് ഇനേബിളേഴ്സ്, ഫ്ലൈം മങ്കീസ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ ടോക്സിക് ഇനേബിളേഴ്സും ഫ്ലൈം മങ്കീസ് എന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് അവരുടെ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. മേ ബി മിസറി കളക്ടേഴ്സ് എന്ന് പറയും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ചില ആൾക്കാർ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മിസറീസ് കളക്ട് ചെയ്യുക, ഫിക്സ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവില്ല.
അവർ ഇതിനിടയ്ക്ക് ഈ ഡ്രാമ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ നിർത്തേണ്ടടുത്ത് തന്നെ നമ്മൾ നിർത്തണം. അവർ നമ്മൾ ക്ലോസ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ഈ കാറ്റഗറി ഓഫ് ആൾക്കാരിൽ നിന്നായിരിക്കും നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പൊ അവരെ നമ്മൾ ഇത്തരത്തിൽ നമുക്കൊരു എഴുതി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും എന്തായാലും ഞാൻ ആരോടും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരാളെ വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് നമ്മളിൽ വീണ്ടും നമ്മളെ ആ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ആളെ കീപ്പ് ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ പോലും, മനസ്സിലായില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ ശേഷം. ഇപ്പൊ എന്റെ പാരന്റ്സ് ആയിട്ട് ഞാൻ അതെ, നമ്മുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓവർ കൺട്രോളിങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്റെ ഹസ്ബൻഡിന്. അപ്പോ എന്റെ ഏറ്റവും അടുത്ത ആളുകൾ ഒരു പക്ഷെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിപ്പോ എന്നെ കൺട്രോൾ ചെയ്യാനാണോ എന്നൊരു തോട്ട് വരുന്നൊരു അതെ 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 മാം, ഞാൻ പറയുന്നത് ഇത് വളരെ പാടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ ഈ പറയുന്ന കാര്യം അത് എന്നിരുന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല. ഈ ഗട്ട് ഫീലിങ്ങുകളൊന്നും നമുക്ക് വെറുതെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതിന് പിറകിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, മനസ്സിലായി. കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് തോന്നുന്നത്, എസ്പെഷ്യലി നമ്മൾ ഇത്ര അബ്യൂസ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ, മനസ്സിലായി. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ശ്രമമാണെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിനി അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അവരെ അലോ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ അവർ അലോ ചെയ്തോട്ടെ, അവർക്ക് ചുറ്റുള്ള ആൾക്കാർ നമ്മളോട് കാണിക്കണ്ട. നമ്മൾ ഇനി അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊന്ന് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ, പിന്നെയും നമ്മളെ വീണ്ടും റിക്കവറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ റിക്കവറായി വരുന്ന ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ആദ്യമേ തന്നെ, ആ നെഗറ്റിവിറ്റി കാണുമ്പോൾ തന്നെ. ഓക്കെ മനസ്സിലായില്ലേ? ആ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനോട് ആദ്യം, നമ്മുടെ ഹൈപ്പർ വിജിലൻസ് സിസ്റ്റത്തിനോട് അത് പറയും, അത് പ്രോബ്ലം ആണ്, മാറിപ്പോണം, മാറി നിൽക്കേണ്ടതാണ്, നിന്നെ മെന്റലി എഫക്ട് ചെയ്യുന്ന കാര്യമാണ് നിന്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ട്രിഗറിനെ ഇത് ആക്ടിവിറ്റി, മനസ്സിലായി. ഈ വ്യക്തികൾ വേറെ വ്യക്തികളായിരിക്കാം, മറ്റ് ബന്ധത്തിലുള്ള ആൾക്കാരെ മറ്റാരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ വിദൂര ബന്ധത്തിലുള്ള ആൾ പോലും ആയിരിക്കാം, പിന്നെ ക്ലോസ് ആയ ആളായിരിക്കാം. പക്ഷെ ഇത് ഡയറക്ട്ലി നമ്മുടെ ട്രോമയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ട്ലി നമ്മൾ ഹീലായിക്കൊണ്ട് വരുന്നതിനെ വീണ്ടും ഇത് ഡാമേജ് ചെയ്യിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞാല് നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തുക എന്നുള്ള ഒരു കാര്യം ഇതാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു വര വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഈ വരകളിൽ നിർത്തുക മനുഷ്യരെ. അതിനൊരു ഒരു ഇത് ഉപാധിയും പറയേണ്ട കാര്യമില്ല. നമ്മളോട് ബോധിപ്പിച്ചാൽ മതി, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. അത് ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും നമുക്കത് ചെയ്തേ പറ്റുള്ളൂ റിക്കവറിക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആരാണെങ്കിലും, ഇപ്പൊ എന്റെ ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റെന്ന് പറയും. ഞാൻ ഇനി പറയും. ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു, എല്ലാം അനുസരിച്ച് തന്നിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഏത് ദൈവമാണെങ്കിലും തെറ്റ് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ അങ്ങോട്ട് ഞാൻ ഇനി ആ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ല എന്നെ പറയും. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഞാനിപ്പോ പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എത്തുന്ന ഒരു അവസ്ഥയായിരിക്കാം, ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം, മനസ്സിലായി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആക്ച്വലി റിക്കവറി അനുഭവിക്കാൻ പറ്റും. നമ്മളത് അനുഭവിക്കണം. എനിക്ക് തോന്നുന്നു ഞാനത് അനുഭവിച്ച ഒരാളാണ്. ഈ ഒരു എംപവേർഡ് എംപാത്ത് എന്നുള്ളത് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം, ഒരു കോൺഫിഡൻസ് എങ്കിലും ഉണ്ടായി, ഇങ്ങനെ പറയാനുള്ള ഒരു കോൺഫിഡൻസ്. ഞാൻ ചുറ്റുള്ളവരോട് പറയും, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല, എനിക്കറിയാം ഞാൻ എന്താണെന്ന് എന്നുള്ളത്. ഇതൊരു അവസ്ഥയാണ്, ഇതൊരു മനുഷ്യന് എത്തുന്ന ഒരു അവസ്ഥയാണ്, ഒരു ലെവൽ. അത് പ്രിവിലേജുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചുകൂടെ നേരത്തെ എത്താൻ പറ്റിയത് ചിലപ്പോൾ. അപ്പൊ അത് ചിലപ്പോൾ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരുപാട് അബ്യൂസ് അനുഭവിച്ച ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും. എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം അതിൽ നിന്ന് വരുന്നൊരു ഫ്രീഡവും ലിബർട്ടിയും ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം നമ്മളൊരു കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളെ ഇന്നർ സൈഡിന് എല്ലാം നമ്മൾ ശരിയായിരുന്നു, നമ്മളെല്ലാം വെട്ടി തുറന്ന് പറയുമായിരുന്നു, നമ്മളെല്ലാ കാര്യം നമ്മൾ നല്ല ഇന്റൻഷൻ മാത്രമായിരുന്നു, നമുക്കെല്ലാം നല്ല രീതിയിൽ വരണം എന്നുള്ള ഒരു ഇതായിരുന്നു. ആ ഒരു ഇന്നർ സൈഡിനെ വീണ്ടും നമ്മളിൽ പൂർണ്ണമായിട്ട് റീക്രിയേറ്റ് ചെയ്യണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. വേറെ ഒരാൾക്കും ഞാനല്ലാതെ ഒരു വ്യക്തിക്കും അതിനെ ഇനി വേദനിപ്പിക്കാനുള്ള അവകാശമില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ആ ഒരു സ്റ്റേജ് അത് ശരിക്കും അനുഭവിക്കണം. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അതിനെ വില കുറച്ച് കാണേണ്ടതില്ല. നമ്മൾ ഓരോരുത്തരും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അബിലിറ്റി ഉള്ളവരുമാണ്, ആ ക്വാളിറ്റി ഉള്ളവരുമാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി ഇതിനെ കാണുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നേരത്തെ സ്ട്രാറ്റജിക്കലായിട്ട് എഴുതി സൂക്ഷിക്കുന്ന രീതിയിൽ